അപ്പൊ നേരെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇന്നലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ്. അതിൽ ഏറ്റവും സുപ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ കണ്ടെടുത്തു എന്നുള്ളതാണ്. മാത്രമല്ല കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്ന മുറക്ക് കോടതിയിൽ ഹാജരാക്കണം. പക്ഷേ വേറെ കാര്യമുണ്ട്, അന്വേഷണ സംഘത്തിന് ഇനി കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല. കാരണം ഒന്നും മിണ്ടാതെ ചിരിച്ചിരിക്കുന്ന ഒരർത്ഥത്തിലും അന്വേഷണവുമായി അദ്ദേഹം സഹകരിക്കുന്നില്ല, ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരർത്ഥത്തിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് കോപ്പറേഷൻ ഇല്ല. അപ്പോ ഇനി ഒരു പടി മുന്നോട്ട് നീങ്ങാൻ SIT പ്രയാസമുണ്ട്. അപ്പൊ SITയുടെ നീക്കം നിർണായകം. തീർച്ചയായിട്ടും അതെന്തായിരിക്കും സഫാനോട് തന്നെ ചോദിക്കാം. സഫാൻ VP തുടരുന്നുണ്ട്. സഫാൻ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ SIT ആണെങ്കിൽ ഇനി വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല, കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല. കാരണം ഒരു സഹകരണവും ഇല്ല. ഈ കാര്യം കൂടി ഇന്ന് കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കേസിൽ എന്ത് തുടർ നടപടികളായിരിക്കും ഉണ്ടാവുക? അന്വേഷണ സംഘത്തിന്റെ നിലപാട് എന്തായിരിക്കും? അതെ ജിൽസി, SIT ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരുന്നത് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള കാര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റുകൾ മറ്റു കാര്യങ്ങളൊക്കെ പുറത്തെടുത്താലേ ഈ കേസിൽ, മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ കേസിലും 1-2 കേസിലും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു SIT ഉണ്ടായിരുന്നത്. ഈ ഒരു 3 ദിവസ കസ്റ്റഡി കാലയളവിൽ അതിന് കഴിയുമെന്നുള്ള പ്രതീക്ഷ SITക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ജിൽസിയും സെയ്ഫും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിപൂർണമായ നിസ്സഹകരണമാണ് ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. തന്റെ ഫോണിന്റെ ലോക്കടക്കം പറഞ്ഞു കൊടുക്കുന്നതിൽ അദ്ദേഹം നിസ്സഹകരണം തുടരുകയാണ്. ആ നടപടി തുടരുന്നതിനിടയിലാണ് ഇന്ന് കസ്റ്റഡി കാലയളവ് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ അന്വേഷണത്തോട് നിസ്സഹകരണം കാണിക്കുന്ന കാര്യം SIT ഏതായാലും കോടതിയെ അറിയിക്കും. ഇന്നലെ ഈ തിരുവല്ലയിലെ ഫ്ളാറ്റിലടക്കം എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് പരിശോധന നടത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി വിവരശേഖരണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. നമുക്കറിയാം, ഇതൊരു മുമ്പേ നടന്ന സംഭവമായതുകൊണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ രേഖകൾ തന്നെയാണ്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിർണായകമാകുക. ഒരു പക്ഷേ ഈ ഫോൺ പരിശോധനയിൽ നിന്ന് നിർണായകമായ രേഖകൾ കണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും. കക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, നിൽക്കാനും അറിയണം. രാഹുലിന് നിൽക്കാൻ അറിയാം. അപ്പൊ എങ്ങനെ നിൽക്കേണ്ടതെന്നാണ്. ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരർത്ഥത്തിൽ എല്ലാത്തിനും പുഞ്ചിരി മാത്രമാണ്. പാസ്വേഡ് ഒന്നും അറിയില്ലെങ്കിൽ ഇക്കാലത്ത് അത് കണ്ടുപിടിക്കാൻ വഴിയില്ലേ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇക്കാലത്ത് കണ്ടുപിടിക്കാൻ മാർഗമല്ലേ. വേറൊരു കാര്യമുണ്ട് ജിൽസി, പരാതിക്കാരി എവിടെ? 4 ദിവസം കഴിഞ്ഞു. പരാതിക്കാരി ഇതുവരെ സ്പോട്ടിലെത്തിയിട്ടില്ല, വൈദ്യപരിശോധന പൂർത്തിയായിട്ടില്ല, രഹസ്യമൊഴി നേരിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോ SIT പല കോലത്തിൽ ഈ 3-ാം കേസിൽ ഇരുട്ടിൽ തപ്പുന്നുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും. അപ്പൊ SIT ഇനി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതൊക്കെ നിർണായകമാണ്. കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിസ്സഹകരണമായി എന്തെങ്കിലും പരാമർശം നടത്തുമോ എന്നുള്ളതും വളരെ നിർണായകമാണ്. അപ്പൊ